പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാവൽ കൃഷിയാണ്. ആ പാവൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വിത്ത് വേണം. അപ്പോൾ വിത്ത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെ ഏലയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ആ വിത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ദിവസം 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം തന്നെ എടുത്ത് ഒരു ചെറിയ തുണി, നല്ല കോട്ടൺ തുണി നനച്ചിട്ട് അതിലെടുത്ത് വെച്ച് ഒന്ന് കെട്ടി വയ്ക്കുക. ഒരു ദിവസം കൂടി വയ്ക്കുക. അതിൻ്റെ പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പാവൽ വിത്ത് മുളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഈ സംഭവം മുളച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ കെട്ടി വെച്ചിരുന്നതാണ്. ഇപ്പം നനഞ്ഞ തുണിയിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പാവൽ വിത്ത് മുളച്ച് വന്നിരിക്കുന്നത്. ഇതുപോലെ മുളച്ച് വന്നു കഴിഞ്ഞാലുള്ള ഗുണം അടുത്ത ദിവസം തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ നട്ടതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ മുളച്ച് കൂമ്പ് വരും, ഇലകളൊക്കെ വരും. മുകളിലേക്ക് പെട്ടെന്ന് വളർന്നു വരും. അല്ലാത്ത പക്ഷം നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ വിത്തെടുത്ത് നമ്മൾ വാരത്തിൽ നടുകയാണെങ്കിൽ അത് ഒരാഴ്ചയെങ്കിലും എടുക്കും അത് മുളച്ച് വരാനായിട്ട്. കാരണം ഇപ്പോൾ വേനൽക്കാലമാണ്. ഈ വേനൽ ടൈമിൽ പ്രത്യേകിച്ചും ഒരാഴ്ചയൊക്കെ കൂടുതലെടുക്കും. മഴക്കാലമാണെങ്കിൽ അത്ര പ്രശ്നമില്ല. മഴക്കാലത്ത് ഇപ്പോൾ നനച്ച് വെക്കണമൊന്നുമില്ല. അത് നേരെ നമുക്ക് വാരത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴയുടെ വെള്ളം ആ നനവുണ്ടാവും. അപ്പോൾ മുളച്ച് വരാൻ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ വേനൽക്കാലത്ത് നമ്മളിത് നടുമ്പോൾ പ്രത്യേകം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ തൈകൾ പെട്ടെന്ന് മുളയ്ക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കായ്ഫലം ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഈ ഭാഗത്താണ് പാവൽ നടാൻ പോകുന്നത്. ഫസ്റ്റ് നട്ടതിന് ശേഷം പിന്നെ വലയൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ വാഴയൊക്കെ കളയണം. ഈ വാഴയൊക്കെ പഴയ കണ്ണിൽ നിന്ന് മുളച്ചു വന്നിരിക്കുന്നതാണ്. ഈ വാഴയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വരുന്ന കംപ്ലീറ്റ് ചവറുകൾ, ഇലകളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത് ഇവിടെയാണ്. ഇവിടെ നല്ല വളമുണ്ട്. അതുകാരം പ്രത്യേകിച്ച് അടിവളമായിട്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് ആ മണ്ണൊക്കെ ഇതൊക്കെ മാറ്റി കൊത്തിക്കളച്ച് ആ വിത്തങ്ങട് ഇടാൻ പോവാണ്. ഇവിടെ വേനലായ കാരണം ഇതൊക്കെ തറഞ്ഞെടുക്കാണ്. കിളച്ചിട്ട് ഇങ്ങോട്ട് മണ്ണ് പോരുന്നില്ല. അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് കിളയ്ക്കാമെന്ന് വെക്കുകയാണ്. അപ്പോൾ ഒന്ന് നനയ്ക്കട്ടെ ആദ്യം. വിത്തിടാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം നിരത്തി. നല്ല വളക്കൂറുള്ള മണ്ണാണ്. മണ്ണ് കണ്ടറിയാം. നല്ല കറുത്ത നിറം. കാരണം ചെടി നമ്മളുടെ ഇലകളൊക്കെ പൊടിഞ്ഞ് നല്ല വളക്കൂറുണ്ട് മണ്ണിന്. അപ്പോൾ ഇനി ഇത് നട്ടതിന് ശേഷം നമ്മൾ മുളച്ച് കുറച്ചൊന്ന് പൊങ്ങിയതിന് ശേഷം നമ്മൾ സ്ലെറി അങ്ങനെയുള്ള വളങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടാൻ പോവുകയാണ്. വിത്ത് ഓരോ കുഴികളിലും ഈ കൊലച്ചേറ് വെച്ച് കുഴിച്ചിടാണ്. ചെറിയൊരു കുഴി ഉണ്ടാക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മൂടുക. ഒരുപാട് ഫുള്ള് മൂടണ്ട. ചെറിയ കുഴി എടുത്താൽ മതി. കുറച്ച് ഒരടി അകലത്തിൽ ഒരു 1.5 അടി അകലത്തിൽ നമുക്ക് കുഴിയെടുക്കാം. ഇനി ഇത് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് വള്ളി ഇട്ട് തുടങ്ങുമ്പോൾ നേരെ വലയൊക്കെ കെട്ടി കൊടുക്കണം അതിന്.
വിത്തൊക്കെ ഇട്ടു, നനച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് മുളയ്ക്കാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മുളച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.